വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മനു മിസ്സാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൈം ടൈം എന്നുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു. അതിൽ വെച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ലൈവില് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ മക്കൾ ആരെങ്കിലും വാച്ച് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കാണുക. കാരണം അത് ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മള് ചാപ്റ്റർ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ഒത്തിരി ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോയൊരു ലൈവ് ആയിരുന്നു. അപ്പൊ അതില് നിങ്ങളെ ഡിസ്കസ് ചെയ്തതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ നിങ്ങളെ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്. വേഗം വായിച്ചു നോക്കിയിട്ട് എന്റെ മക്കള് ആൻസർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആദ്യം ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഒന്ന് പറയാട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണെടാ, ഫൈൻഡ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ദീസ് നമ്പേഴ്സ് വിത്തൗട്ട് മൾട്ടിപ്ലൈയിങ് ഫസ്റ്റ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ദീസ് നമ്പേഴ്സ് ഏതൊക്കെ നമ്പേഴ്സിന്റെയാണ്? 56 into 25, 56 into 25ന്റെ ഫാക്ടേഴ്സുകളാണ് അല്ലെ. നമ്മൾ പ്രൈം ഫാക്ടേഴ്സുകൾ കണ്ടുപിടിക്കണം. അപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് അല്ലാത്ത രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു രീതി ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ കുട്ടിക്ക് ഓർമ്മ ഉണ്ടായിരിക്കും അത് ഏത് രീതിയായിരുന്നു എന്നുള്ളതാണ് അത് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നോക്കിക്കേടാ, 56 into 25 ഇല്ലേ. അപ്പൊ 56ഉം 25ഉം രണ്ടിനെ ഞാൻ 2 സെക്ഷൻ ആക്കിയിട്ടുണ്ട്. ആദ്യം ഞാൻ നോക്കുന്നത് ആരെയാണെന്ന് അറിയോ? 56നെ മാത്രമാണ് കേട്ടോ. അപ്പൊ ഞാൻ 56നെ ഏതൊക്കെ 2 നമ്പേഴ്സുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ 56 കിട്ടും എന്നൊന്ന് ചുമ്മാ ആലോചിച്ച് നോക്കി. അതില് പ്രൈം നമ്പർ ഉണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ. അപ്പൊ നോക്കിക്കാൻ നമുക്ക് എന്ത് കിട്ടും? 2 into 28 അല്ലെ. രണ്ടൊരു പ്രൈം നമ്പർ ആണല്ലോ. അപ്പൊ 2 into 28 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുവടാ? നമുക്ക് 56 കിട്ടും ഇല്ലേ. അപ്പൊ ഞാൻ 56നെ എന്ത് ചെയ്തു? 2 into 28 എന്ന് എഴുതി. എനിക്ക് ആ 28നെ വീണ്ടും എന്താക്കാം? 2 നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആക്കിയിട്ട് എഴുതാം. എടാ, ഈ 2നെ ഞാൻ അതേപോലെ തന്നെ എഴുതി. 28നെ മാറ്റി ഞാൻ എങ്ങനെ എഴുതി? 2 into 14 എന്ന് എഴുതി. കണ്ടോ, വീണ്ടും 2 എന്ന് പറഞ്ഞത് അവിടെ ഒരു പ്രൈം നമ്പർ ആയിട്ട് വന്നു. അപ്പൊ ഞാനിവിടെ മാറ്റിയത് 28നെയാണ് കേട്ടോ. ഇനി ഇതാ താഴെ കിടക്കുന്ന 14 എനിക്ക് വീണ്ടും എന്ത് ചെയ്യാം? മാറ്റാം അല്ലേ. അപ്പൊ നോക്കിക്കേ, ഈ 2നെ ഞാൻ അതേപടി തന്നെ എഴുതി, ഈ 2നെ ഞാൻ അതേപടി എഴുതി. 14നെ മാറ്റി ഞാൻ എങ്ങനെ എഴുതി എന്നറിയോ? 2 into 7 എന്ന് എഴുതി. കണ്ടോ, 2 into 7. അപ്പൊ 2 into 7 എന്ന് പറയുമ്പോ അവിടെ 7 എന്ന് പറയുന്നതും ഒരു പ്രൈം നമ്പർ തന്നെയാണ്. അപ്പൊ നോക്കിക്കേ, 56ന്റെ എനിക്ക് പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് ആരൊക്കെ കിട്ടിയിട്ടുണ്ട്? 2, 2, 2 and 7 അല്ലേടാ. അപ്പൊ 25ൻ്റെത് എങ്ങനെയായിരിക്കും ചെയ്യുക? 25ൻ്റെത് നമുക്ക് നേരെ 2 പ്രൈം നമ്പറിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് 25ന് എഴുതാം അല്ലെ. എങ്ങനെ എഴുതാം? 5 into 5 എന്ന് എഴുതി കൊടുക്കാം. ഇപ്പൊ നോക്കിക്കേ, 56നെയും 25നെയും ലാസ്റ്റ് ഞാനിതാ ഇങ്ങനെ എഴുതി വന്നപ്പോ എനിക്ക് പ്രൈം നമ്പേഴ്സിന്റെ അല്ലെ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് എന്താക്കി, പ്രൊഡക്റ്റ് ആയിട്ട് ആ നമ്പറിനെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാലോ. അപ്പൊ നോക്കിക്കേ, എങ്ങനെ കിട്ടും? ഇവിടെ 2 into 7 എന്ന് പറഞ്ഞാൽ 56 ആണ്. ആൻഡ് ഇവിടെയുള്ള 5 into 5 അല്ലെ, ഇതേ 5 into 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 25. അപ്പൊ 2 നമ്പറും കൂടെ നമ്മൾ എന്താക്കി, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് ഇതേ ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ടാവും? ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഫൈൻഡ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ദീസ് നമ്പർ വിത്തൗട്ട് മൾട്ടിപ്ലൈയിങ് ദാറ്റ് ഫസ്റ്റ്. അപ്പൊ ഈ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാതെ നമ്മൾ എന്താക്കി, പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ആൻസർ കണ്ടുപിടിച്ചു. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാതെ ഇത്തരത്തിലുള്ള പ്രൈം ഫാക്ടേഴ്സുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് നോക്കുക? 2 into 2 into 2 അല്ലെ. 2 into 2 4, 4 into 2 8, 8 into 7 and 5 into 5 അല്ലെ. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് നേരെ ഏത് കിട്ടും എന്നറിയോ? 1400 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. 1400. അപ്പൊ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, നേരിട്ട് ഈ 2 നമ്പേഴ്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാതെ അതിനെ പ്രൈം ഫാക്ടർ ആക്കിയിട്ട് മാറ്റി എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേടാ. അപ്പൊ ഈ രീതിയിലല്ല, മറ്റൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് നമ്മളെ ബോർഡിൽ ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. പക്ഷെ ഇത് ഞാൻ ചെയ്യില്ല, ഇത് നിങ്ങൾ ചെയ്യേണ്ട ചോദ്യമാണ്. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ദ നമ്പർ ആസ് 1, 2, 2, 3 and 1, 11 അല്ലേ. എത്രയുണ്ട്? 1, 2, 2, 3 എണ്ണം അല്ലെ. അപ്പൊ 3ന്റെ 2 എണ്ണം ഉണ്ട്. അതേപോലെ 1, 11. അപ്പൊ 1, 2, 2, 3, 1, 11. ഈ നമ്പർ അല്ലെ, ഇതെന്താണ്? ഒരു നമ്പറിന്റെ
പ്രൈം ഫാക്ടേഴ്സുകളാണ്. അങ്ങനെയാണെങ്കിൽ അതേത് നമ്പർ ആണ് എന്ന് നമ്മളോട് ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്ക് കണ്ടെത്താൻ അറിയാലോ അല്ലെ? അപ്പൊ ആ നമ്പർ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത് ഏതാണ് ആൻസർ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാ. അപ്പൊ മിസ് എന്തായാലും നിങ്ങളുടെ ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.